2018 ജൂലൈ 5 വയനാടിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കടുപ്പമുള്ള കറുത്ത രാത്രി. പുറത്ത് കാതടിപ്പിക്കുന്ന ഇടിമിന്നലിന്റെ ശബ്ദവും കനത്ത മഴയും. എന്നാൽ ആ കറുത്ത രാത്രിയുടെ മറവിൽ കാടിനോട് ഓരത്ത് ചേർന്ന് ഒരു കുടിലിൽ മറ്റുള്ളവരോട് ശബ്ദമുയർത്തി പോലെ സംസാരിക്കാൻ കഴിയാത്ത രണ്ട് മിണ്ടാപ്രാണികൾ താമസിക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കാൻ കഴിയാത്ത ആ രണ്ട് പാവം മനുഷ്യർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിശബ്ദം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ വീടിന്റെ പിൻവാതിൽ മലർക്കെ തുറന്നത്. ശബ്ദമുണ്ടാക്കാതെ ഒരാൾ ആ ഇരുട്ടിന്റെ മറവിലൂടെ കയ്യിലൊരു ഇരുമ്പ് വടിയുമായി വീടിന്റെ അകത്തേക്ക് പാഞ്ഞു കയറി. മഴയുടെ ഇരമ്പുന്ന ശബ്ദത്തിനിടയിൽ മറ്റാരും ഈ ശബ്ദം കേൾക്കാനിടയായില്ല. മഴയുടെ ഇരമ്പുന്ന ശബ്ദത്തിനിടയിൽ അത്തരത്തിലൊരാൾ ആ വീട്ടിലേക്ക് കയറി വന്നത് ഉറക്കത്തിനിടയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പെട്ടെന്ന് തന്നെ ആ വീട് ഒരു ചോരക്കളമായി മാറി. കൊലപാതകത്തിന് ശേഷം പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് വീട് മുഴുവൻ മുളകുപൊടി വിതറി ആ പ്രതി എങ്ങോട്ടേക്കോ കടന്നു കളഞ്ഞു. വയനാടിനെ നടുക്കിയ ആ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിയാത്ത ഏടുകളിലേക്ക് നമുക്കൊരു യാത്ര ചെയ്യാം. ഏതൊരു ത്രില്ലർ ക്രൈം സ്റ്റോറികളെയും വെല്ലുന്ന ക്രൂരത. തെളിവുകളില്ല, സാക്ഷികളില്ല. തുടർന്നുള്ള 74 ദിവസം രാത്രികളിൽ ഉറക്കമില്ലാതെ ആ ഗ്രാമീണർ കഴിഞ്ഞുകൂടി. ഒടുവിൽ പ്രകൃതി ദുരന്തത്തെ പോലും വകവയ്ക്കാതെ പോലീസ് നടത്തിയ വേട്ട എന്തായിരുന്നു? ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണുക. വയനാട് വെള്ളമുണ്ട ഇരട്ട കൊലപാതകത്തിന്റെ യാഥാർത്ഥ്യവും അപൂർവവുമായ കഥ. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. ജൂലൈ 6 സമയം രാവിലെ 8 മണിയോടടുക്കുന്നു. തലേ ദിവസം പെയ്ത മഴയുടെ കുളിരും തണുപ്പുമൊക്കെ അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. വയനാട് മക്കിയാടിനടുത്തുള്ള കണ്ടത്തുവയൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. മൂത്ത മകൻ മുനീറിന്റെ വീട്ടിൽ നിന്നും തന്റെ ഇളയ മകനായ ഉമ്മറിന്റെ വീട്ടിലേക്ക് ആയിഷമ്മ രാവിലെ തന്നെ പുറപ്പെട്ടു. ആയിഷമ്മ നടന്ന് ഉമ്മറിന്റെ വീടിന് മുന്നിലെത്തി. പതിവില്ലാതെ ആ വീടിന്റെ മുൻവാതിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഉമ്മറിന്റെ കാറ് വീടിന് മുറ്റത്ത് കിടപ്പുണ്ട്. തന്റെ മകൻ ജോലിക്ക് പോകാനുള്ള സമയമായിട്ടും എഴുന്നേൽക്കാത്തതിന്റെ ദേഷ്യത്തോടുകൂടി ആ മകനെ ഉമ്മ നീട്ടി വിളിച്ചു. ഉമ്മറേ, ഉമ്മറേ, എവിടെയാണ് നീ? ജോലിക്ക് പോകാൻ സമയമായല്ലോ, എന്താണ് ഇതുവരെ എഴുന്നേൽക്കാത്തത്? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ആ വീട്ടിന്റെ അകത്തു നിന്നും യാതൊരു മറുപടിയുമില്ല. ഒരുപക്ഷെ ഇവർ എഴുന്നേൽക്കാൻ ലേറ്റ് ആയതാവും എന്ന് കരുതി ഉമ്മ നേരെ വീടിന് പുറത്തേക്ക് പോവുകയാണ്. പുറകിലൂടെ ചെന്ന് വാതില് തള്ളി തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്താണ് ഹടോ എന്ന ശബ്ദത്തോടുകൂടി ആ വാതില് തുറന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ വാതില് അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഒരു പക്ഷേ അകത്ത് കുളിക്കുകയായിരിക്കും. എന്തായാലും അകത്തേക്ക് കയറി ചെന്ന് നോക്കാം എന്ന് കരുതി ഉമ്മ ഇങ്ങനെ അകത്തേക്ക് നടക്കുകയാണ്. ആയിഷമ്മ നോക്കുന്ന സമയത്ത് ചുവന്ന മൊസൈക്കാണ് അവിടെ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ചളി പുരണ്ട കാലുകൾ ഉമ്മ കാണുകയാണ്. അത് വകവയ്ക്കാതെ ഉമ്മ അകത്ത റൂമിലേക്ക് ചെന്നു. ഇപ്പോഴാണ് പെട്ടെന്ന് മൂക്കിലേക്ക് ഭയങ്കര രൂക്ഷമായിട്ടുള്ള മുളക് പൊടിയുടെ ഗന്ധം ഇങ്ങനെ അടിച്ചു കയറുകയാണ്. ഉമ്മ ഇങ്ങനെ ചുറ്റുപാടും നോക്കി. പെട്ടെന്ന് എന്തോ ഒരു പേടി തോന്നിയ ഉമ്മ നേരെ അവരുടെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. കാരണം അങ്ങോട്ട് കയറി ചെല്ലുന്നവരെ ഉമ്മ തന്റെ മകനെയും മരുമകളെയും പേര് നീട്ടി വിളിക്കുന്നുണ്ട്. ഉമ്മറെ, ഫാത്തിമ എന്നിങ്ങനെ മാറി മാറി വിളിക്കുന്നുണ്ട്. പക്ഷേ ആരും അവരോട് തിരിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ബെഡ്റൂമിലേക്ക് കയറി ചെന്ന് ആ വാതിലിങ്ങനെ തള്ളി തുറന്നു. ആ കാഴ്ച കണ്ട നിമിഷം ആ ഉമ്മ അവിടെ തല കറങ്ങി അവിടെ ഇരുന്നു പോയി. തൻ്റെ മകനും മരുമകളും തലയോട്ടി തകർന്ന് ചോരയിൽ കുളിച്ച് പരസ്പരം കൈകോർത്തു പിടിച്ച് കട്ടിലിൽ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. ആ കാഴ്ച ഉമ്മയ്ക്ക് അധിക നേരം നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ഇരിക്കുന്നതിന് ഓപ്പോസിറ്റുള്ള ചുമര് മുഴുവൻ നിറയെ ഇങ്ങനെ ചോര തെറിച്ചിരിക്കുകയാണ്. അവരുടെ മകൻ ഉമ്മറും അതുപോലെ തന്നെ മരുമകൾ ഫാത്തിമയും ആരായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഫാത്തിമയും ഉമ്മറും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസം ആവുന്നതേ ഉള്ളൂ. 29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഉമ്മർ. അദ്ദേഹം നാട്ടിലെ മതപഠനശാലയിലും അതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട് ജീവിക്കുന്ന ആളായതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഫാത്തിമയാകട്ടെ 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയും. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 മാസം മാത്രമായിട്ടുള്ളൂ ഇവരെ കല്യാണം കഴിഞ്ഞിട്ട്. ഫാത്തിമ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോവാതെ വീട്ടുകാര്യങ്ങളും ഉമ്മറിന്റെ കാര്യങ്ങളൊക്കെ നോക്കി സമാധാനപരമായ ഒരു ജീവിതമായിരുന്നു രണ്ടുപേരും നയിച്ചുകൊണ്ടിരുന്നത്. അത്രയും ജനവാസം കുറഞ്ഞ ഒരു റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു ഉമ്മറും ഫാത്തിമയും കല്യാണം കഴിഞ്ഞ ഈ 3 മാസമായിട്ട് താമസിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് മനസ്സിലാക്കിയ, കല്യാണം കഴിഞ്ഞ് 3 മാസമേ ആയിട്ടുള്ളൂ എന്നും മനസ്സിലാക്കിയിട്ടില്ല, ഇവരുടെ കയ്യിൽ അത്യാവശ്യം സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ക്രൂര കൊലപാതകയായിരിക്കണം ഈ കൃത്യം ചെയ്തിട്ടുണ്ടാവുക. കാരണം കഴിഞ്ഞ രാത്രി പെയ്ത മഴയിൽ പരസ്പരം കാണാൻ പോലും കഴിയാത്ത അത്രയും ശബ്ദമായിരുന്നു ആ വീടിന് മുകളിൽ നിന്നും കേട്ടുകൊണ്ടിരുന്നത്. റബ്ബർ തോട്ടത്തിന് നടുവിലായത് കൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ ശ്രദ്ധയും പെട്ടെന്ന് വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. കരണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്നും യാതൊരു ശബ്ദവും പുറമേക്ക് പോകാനുള്ള സാധ്യതയും
വളരെ കുറവായിരുന്നു. ഇത്തരം സാധ്യതകളെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ക്രൂര കൊലപാതകം അന്ന് നടത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപക്ഷെ ഈ കൊലപാതകം കുറച്ചുകൂടി എളുപ്പമാക്കി കൊടുത്തത് ഫാത്തിമയുടെ ശ്രദ്ധക്കുറവുമായിരിക്കാം. കാരണം അന്ന് രാത്രി എന്തോ കാരണത്താൽ ആ ബാക്ക് ഡോർ അടയ്ക്കാൻ ഫാത്തിമ മറന്നിട്ടുണ്ടായിരുന്നു. പൊതുവെ തന്നെ അടച്ചുറപ്പില്ലാത്ത ഒരു വീടായിരുന്നു അവരുടെ രണ്ടുപേരുടെയും. പക്ഷേ എന്നാലും താൻ പാതി ദൈവം പാതി എന്നത് പറയുന്ന പോലെ ഈ പെൺകുട്ടി ചെയ്യേണ്ട കർത്തവ്യം കറക്റ്റ് ആ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്കിവിടെ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊന്നും ഒരു കൊലപാതകം ചെയ്യാനുള്ള ന്യായീകരണമല്ല എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഇതായിരിക്കാം ആ മൃഗത്തിന് ഒരു പക്ഷേ വഴികൾ എളുപ്പമാക്കി കൊടുത്തത്. രാത്രി ഇയാൾ ഇരുമ്പ് വടിയുമായി വന്ന സമയത്ത് ഫാത്തിമയും ഉമ്മറും നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാൽ തന്റെ ചെവിയുടെ അടുത്ത് ഒരു ആൾപെരുമാറ്റം കേട്ടിട്ടാണ് ഉമ്മർ പെട്ടെന്ന് കണ്ണു തുറക്കുന്നത്. വയനാട് SP കറുപ്പസ്വാമിയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി SP ദേവസി അടങ്ങുന്ന 40 അംഗ SIT ടീമിനെ അവിടെ രൂപീകരിക്കുകയാണ്. റീജിയണൽ ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഇവിടെയാണ് ആദ്യത്തെ ചെക്ക് ഈ കൊലപാതകി വെക്കുന്നത്. കാരണം കൊലപാതകം നടത്തിയതിനു ശേഷം തെളിവുകൾ നശിപ്പിക്കുവാനായി ഡോഗ് സ്ക്വാഡിന് തെളിവുകളൊന്നും കിട്ടാതിരിക്കുവാനും വേണ്ടി ആ വീട് മുഴുവൻ നിറയെ നല്ല എരിവുള്ള മുളക് പൊടി ഈ കൊലപാതകി വിതറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോഗ് സ്ക്വാഡിലെ ട്രാക്കർ നായയെ ആ മുറിയിലേക്ക് കടത്തിവിട്ട അതേ നിമിഷം തന്നെ ആ നായ തുമ്മി നിലവിളിച്ചുകൊണ്ട് പുറമേക്ക് ഇറങ്ങിയോടി. അതുകൊണ്ട് തന്നെ ട്രാക്കർ നായയെ ഉപയോഗിച്ച് ആ റൂമിൽ നിന്നും യാതൊരു തെളിവും കണ്ടെത്താൻ പോലീസിന് ആ സമയം സാധിച്ചില്ല. പോലീസിന്റെ അന്വേഷണം ഇതൊരു മോഷണ ശ്രമത്തിനാൽ തുടർന്നുണ്ടായ അപകടമാണോ എന്ന രീതിയിലേക്കാണ് ആദ്യം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫാത്തിമയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണവും അവരുടെ റൂമിനകത്തുണ്ടായിരുന്ന ബ്യൂറോയിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ കണക്കും പോലീസ് എടുത്തു നോക്കുകയാണ്. എന്നാൽ കൊലപാതകി ഫാത്തിമയുടെ കഴുത്തിലുണ്ടായിരുന്ന 8 പവൻ മാലയും അതുപോലെ തന്നെ ആ വീട്ടിൽ നിന്നും ഒരു മൊബൈൽ ഫോണും മാത്രമാണ് കട്ടുകൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മോഷണ ശ്രമത്തെ തുടർന്നുണ്ടായ ഒരു കൊലപാതകമാണെന്ന് പൂർണ്ണമായ രീതിയിൽ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഉമ്മറിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന 4000 രൂപയും ആ ബ്യൂറോയിലുണ്ടായിരുന്ന ബാക്കിയുള്ള സ്വർണ്ണാഭരണങ്ങളൊന്നും ഈ കള്ളൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യവുമാണ്. ഇതൊരു സാധാരണ കവർച്ചാ ശ്രമത്തെ തുടർന്നുണ്ടായ കൊലപാതകമല്ലെന്ന് പോലീസ് ഇവിടെ നിരൂപിക്കുകയാണ്. കാരണം അടിസ്ഥാനപരമായി കക്കാൻ വന്നിരിക്കുന്ന കള്ളനാണെങ്കിൽ ആ വീട്ടിലെ മുഴുവൻ സ്വർണവും അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന സാധന സാമഗ്രികളും എടുത്തു പോകാനുള്ള സാധ്യതയാണ് 100%. പക്ഷേ അവിടെ നിന്നും ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന 8 പവൻ മാത്രമാണ് ഈ കള്ളൻ കട്ടുകൊണ്ടുപോയിരിക്കുന്നത്. മാത്രമല്ല ഒരു മൊബൈൽ ഫോണും. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യ രീതിയിൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ വ്യാപിപ്പിക്കുകയാണ്. ഒരു പക്ഷേ ഇയാളുടെ മതപഠന ക്ലാസ്സുകളിൽ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ആരെങ്കിലും ഇയാളോട് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികാരം വെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതാവാൻ സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ ഇയാളുടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ്, അയാളെ ഒന്നം വെച്ച് വന്ന് അവസാനം ആളുമാറി ഇവരുടെ വീട്ടിൽ ഈ കൊലപാതകം ചെയ്തതാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലീസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൈസൂര്, ബാംഗ്ലൂര്, കണ്ണൂര്, കാസർഗോഡ് എന്നീ ജില്ലകളെ ആസ്ഥാനമാക്കി പോലീസ് 100 കണക്കിന് ആളുകളെ ആദ്യഘട്ടങ്ങളിൽ ചോദ്യം ചെയ്തു വന്നു. എന്നാൽ അവർക്ക് കിട്ടിയ റിസൾട്ട് ആവട്ടെ വട്ടപൂജ്യവും. ദിവസങ്ങൾ കടന്നുപോയി. കൊലയാളി ഒരുപക്ഷെ ആ നാട്ടിൽ തന്നെയുള്ള ആളാണെങ്കിൽ അയാൾ അവിടെ സ്വതന്ത്രമായി വിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുന്നു. ആ നാട്ടിൽ തന്നെയുള്ള ആളാണ് ഒരുപക്ഷെ കൊലപാതകയെങ്കിൽ താങ്കൾക്ക് ഏത് രീതിയിൽ ഏത് മനഃശാന്തിയിൽ കിടന്നുറങ്ങാൻ കഴിയും എന്ന് അവിടുത്തെ ആളുകൾ കണക്കുകൂട്ടുകയാണ്. സെപ്റ്റംബർ 6 ബ്ലാക്ക് ഡേ ആയി അവിടുത്തെ ആളുകൾ ആചരിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിലാണ് 2018 ആ പ്രകൃതി ദുരന്തം വയനാടിനെ ആക്രമിക്കുന്നത്. വയനാട്ടിലെ റോഡുകളും ഒരുപാട് സ്ഥാപനങ്ങളും ഈ പ്രളയത്തിൽ തകർന്നുപോയി. ആ മഹാപ്രളയത്തിൽ വയനാട്ടിലെ സാങ്കേതികമായിട്ടുള്ള എല്ലാ വാർത്താവിനിമയ സംവിധാനങ്ങളും അവിടെ നിലച്ചു പോവുകയാണ്. ഒരു വശത്ത് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഫോഴ്സ് ഓടി നടക്കുന്നു. എന്നാൽ മറുവശത്ത് ഈ കൊലയാളിയെ പിടികൂടുവാൻ വേണ്ടി പോലീസ് പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുന്നു. സത്യത്തിൽ പോലീസിന് ഇതൊരു കറതീർത്ത അഗ്നിപരീക്ഷ തന്നെയായിരുന്നു. കാരണം ഒരു തരത്തിലും യാതൊരു തെളിവുകളും പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് ഫാത്തിമയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന 8 പവന്റെ മാലയും അതേപോലെ തന്നെ ആ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന മൊബൈൽ ഫോണുമാണ്. ആ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് IMEI നമ്പറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി വരുന്നുണ്ട്. എന്നാൽ ആ ഫോൺ നഷ്ടപ്പെട്ട ആ ദിവസം മുതൽ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആ നമ്പർ ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തരത്തിലും പോസിബിൾ ആയിരിക്കില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിലെ സിം മാറ്റിയാലും ആ IMEI നമ്പർ ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ഏത് ടവറിൽ നിന്നുമാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ അതിൽ നിർബന്ധമായും മറ്റൊരു ആക്റ്റീവ് ആയിട്ടുള്ള സിം കാർഡ് ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിന് ഒരേ ഒരു മാനദണ്ഡം. അന്വേഷണം ഇങ്ങനെ ഇത്തരത്തിൽ വഴിമുട്ടി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. പോലീസ് തങ്ങളുടെ തന്ത്രമൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി വാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന കള്ളന്മാരുടെ ഒരു സസ്പെക്ട് ലിസ്റ്റ് പോലീസ് ആദ്യം ക്രിയേറ്റ് ചെയ്യുകയാണ്. 3000 പേരുണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്നും
700 പേരാക്കി അത് ഫിൽട്ടർ ചെയ്തെടുത്തു. പിന്നീട് അത് 40 പേരുള്ള ലിസ്റ്റാക്കി വീണ്ടും ഫിൽട്ടർ ചെയ്തെടുത്തു. സസ്പെക്റ്റുകളുടെ എണ്ണം ഇപ്പോൾ 40 പേരാണ്. താരതമ്യേന ഈ 40 പേരിൽ നിന്നും ഇയാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒട്ടും ശ്രമമല്ലാത്ത ഒരു ഫലമാണ് എന്ന് നമുക്ക് പറയാം. ഈ 40 പേരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായിരിക്കുന്ന സാമ്പത്തിക വളർച്ചകൾ, അവരുടെ ടവർ ലൊക്കേഷനിൽ വരുന്ന 2 ലക്ഷം പേരുടെയോളം ടവർ ഡം ഡാറ്റകൾ എന്നിവ പോലീസ് അഹോരാത്രം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു നിർണായക ദിവസം വന്നെത്തുന്നത്. സെപ്റ്റംബർ 18, 2018. ഇന്നേക്ക് കൊലപാതകം നടന്നിട്ട് 74 ദിവസം പൂർത്തീകരിക്കുകയാണ്. സൈബർ സെൽ വിദഗ്ധൻ തന്റെ കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 74 ദിവസമായി ഈ IMEI നമ്പർ എപ്പോഴാണ് ഓൺ ആവുന്നത്, ആ ഫോണിലേക്ക് എപ്പോഴാണ് ഒരു പുതിയ സിം കാർഡ് ഇൻസർട്ട് ചെയ്യുന്നത് എന്ന് ആ സൈബർ സെൽ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഫാത്തിമയുടെ ഫോണിന്റെ IMEI നമ്പറിൽ നിന്നും ഗ്രീൻ സിഗ്നൽ കിട്ടുന്നത്. അതെ, ആ ഫോൺ ഓൺ ആയിരിക്കുകയാണ്. പോലീസ് ആ ടവർ ലൊക്കേഷൻ നോക്കി. അത് കോഴിക്കോട് അടുത്തുള്ള തൊട്ടിൽ പാലത്താണ്. അതായത് വയനാട്ടിൽ നിന്നും ഏകദേശം 28 കിലോമീറ്റർ അകലെ. അന്വേഷണ സംഘം SIT മുഴുവനായും ആ വീടിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. തൊട്ടിൽ പാലത്തുള്ള ആ കൊലപാതകി എന്ന് സംശയിക്കുന്ന ആളുടെ വീട് ഈ അന്വേഷണ സംഘം പൂർണ്ണമായി വളഞ്ഞു. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അവർ അകത്തേക്ക് കടന്നു. അവിടെ അവർ കണ്ടത് വിശ്വനാഥൻ എന്ന് പറയുന്ന 48 വയസ്സുള്ള ഒരാളെയാണ്. ഇയാള് മുൻപും ഇത്തരത്തിൽ കവർച്ചാ ശ്രമങ്ങൾക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു കുറ്റവാളിയാണ്. വിശ്വനാഥിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയ പോലീസ് ഉടനെ തന്നെ അയാളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പറയടാ വിശ്വനാഥ, നിന്റെ കാർ ലോൺ എങ്ങനെ പെട്ടെന്ന് തീർന്നു? പണയത്തിൽ കിടക്കുന്ന നിന്റെ ഭാര്യയുടെ സ്വർണ്ണങ്ങൾ എങ്ങനെ തിരിച്ചെടുത്തു? ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഒട്ടും പതറാതെ വിശ്വനാഥൻ മറുപടി പറയാൻ തുടങ്ങി. പക്ഷേ അയാൾ പറഞ്ഞു തുടങ്ങിയത് മുഴുവൻ ക്രൂരത എന്ന നഗ്ന സത്യങ്ങളായിരുന്നു. ഫാത്തിമയുടെയും ഉമ്മറിന്റെയും നാട്ടിൽ ലോട്ടറി വിൽക്കുവാൻ വേണ്ടിയിട്ടാണ് വിശ്വനാഥൻ ആ കാലഘട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. ഫാത്തിമയുടെയും ഉമ്മറിന്റെയും ഈ ഒറ്റപ്പെട്ട വീടും, അതേപോലെ തന്നെ പുറമെ നിന്ന് പണിയെടുത്തിരുന്ന ഫാത്തിമയുടെ കഴുത്തിൽ കിടക്കുന്ന ആ തങ്കമാലയും വിശ്വനാഥന്റെ കണ്ണിൽ അന്ന് തന്നെ പെട്ടിരുന്നു. അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ കൈക്കലാക്കണം എന്ന് കരുതി അയാൾ കഴിഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ജൂലൈ 5 രാത്രി ഇയാൾ എല്ലാ പ്ലാനിങ്ങോടുകൂടി ആ വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത്. കയ്യിൽ താൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു ഇരുമ്പ് വടിയും ഒരു ധൈര്യത്തിന് കയ്യിലെടുത്തു. എന്നിട്ട് ഇയാള് രാത്രി ആ വീട്ടിലേക്ക് പോവുകയാണ്. ആദ്യം മുൻവാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് ശക്തമായ രീതിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് നേരെ അയാൾ പുറകുവശത്തോടി പോയി. പുറകുവശത്ത് നിന്നും വാതിൽ തൊട്ടത്തിൽ തുറക്കാൻ കഴിയും എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ആ വാതിൽ തുറന്നു കിടക്കുന്നത് അയാൾ ശ്രദ്ധയിൽപ്പെട്ടത്. തന്റെ പണി എളുപ്പമായി എന്ന് കരുതി ശബ്ദമുണ്ടാക്കാതെ അയാൾ അകത്തേക്ക് കയറി. അയാൾ ബെഡ്റൂമിലേക്ക് നേരെ ചെന്നു. ഫാത്തിമയും ഉമ്മറും ഉറങ്ങിക്കിടക്കുകയാണ്. ഫാത്തിമയുടെ കഴുത്തിൽ ആ തങ്കമാലയുമുണ്ട്. അത് ശബ്ദമുണ്ടാക്കാതെ ഇയാൾ അറുത്തെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് തന്റെ ചെവിയുടെ പരിസരത്ത് എന്തോ ഒരു ആൾപെരുമാറ്റം കേട്ട് ഉമ്മർ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന ഉമ്മറിനെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടി കൊണ്ട് ശക്തമായി അടിച്ച് താൻ പിടിക്കപ്പെടുമെന്നുള്ള ആ പ്രശ്നം അയാൾ അവിടെ ഒഴിവാക്കി. അതേ തുടർന്ന് ഉമ്മറിന്റെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടിട്ടാണ് അടുത്ത് കിടന്ന ഫാത്തിമ എണീക്കുന്നത്. ആ പെൺകുട്ടിയെയും ഇയാൾ അതേപോലെ തന്നെ കൊലപ്പെടുത്തി. തുടർന്ന് അയാൾ രക്തം പുരണ്ട മാലയും അതേപോലെ തന്നെ ആ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് അവിടെ നിന്നും കടന്നു കളഞ്ഞു. 74 ദിവസങ്ങൾക്ക് ശേഷം ആ ഫോൺ തന്റെ ഭാര്യയാണ് ഓൺ ചെയ്തതത്രേ. അതിൽ ഇന്റർനെറ്റിൽ ഒരു കാര്യം സെർച്ച് ചെയ്യാൻ വേണ്ടി തന്റെ ഫോൺ കേടായത് കൊണ്ടാണ് ആ ഫോൺ ഓൺ ചെയ്യേണ്ടി വന്നതെന്നും ആ ഭാര്യ സമ്മതിച്ചു. 74 ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ഭാര്യ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ആ ഫോൺ ഓൺ ചെയ്തതാണ് ഇവന് വിനയായി മാറിയത്. വിശ്വനാഥന്റെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെത്തിയ ചെറിയ രക്തത്തുള്ളി ഫാത്തിമയുടെ DNA മാച്ച് ചെയ്യുന്ന സമയത്ത് 100% മാച്ചായി. 2020 നവംബറിൽ വയനാട് ഡിസ്ട്രിക്ട് സെഷൻ കോടതി അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസായി ഇതിനെ കണ്ടുകൊണ്ട് വിശ്വനാഥന് വധശിക്ഷ വിധിച്ചു. ഈ ദാരുണമായ കേസ് ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, രാത്രികാല സമയത്ത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തീർച്ചയായും നിങ്ങളുടെ വീടിന്റെ വാതിലുകളും ജനലുകളും കൃത്യമായി അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇത് എന്നും ഒരു ശീലമാക്കി മാറ്റുക. 2, ആൾപ്പാർപ്പില്ലാത്ത വിജനമായ സ്ഥലങ്ങളിലാണ് നിങ്ങളുടെ വീടെങ്കിൽ ഒന്നെങ്കിൽ CCTV സുരക്ഷയോ അതല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളുടെ സുരക്ഷയോ നിങ്ങൾ തീർച്ചയായും ഉറപ്പുവരുത്തുക. ഇനി 3ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് അപരിചിതരായ ആരെങ്കിലും കാണുകയാണെങ്കിൽ അയാളുടെ ഫേസ് ഇപ്പോഴൊന്നും ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കേരള പോലീസിന്റെ അതിവിദഗ്ധമായ കഴിവിനെ കുറിച്ചും അന്വേഷണ പാടവത്തെക്കുറിച്ചും അതുപോലെ ഈ ക്രൂരമായ കൊലപാതകിയായ വിശ്വനാഥനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നാളെ മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.